രണ്ട് സമുദായ സംഘടനകളായ NSSഉം SNDPയും തമ്മിലുണ്ടായിരുന്ന ദീർഘകാലത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വാക്പോരുകൾക്കും വിരാമം ഇട്ടുകൊണ്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനകൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. NSSനെ ശത്രുപക്ഷത്ത് നിർത്തി യുദ്ധം ചെയ്യുന്നതിൽ അർത്ഥമില്ലെന്നും ഇരു സംഘടനകളും തമ്മിൽ ഇനി കലഹത്തിലില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. NSSഉം SNDPയും തമ്മിൽ അകൽച്ച ഉണ്ടാക്കിയത് UDF ആണെന്ന ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സമുദായ സംഘടനകളെ തമ്മിലടിപ്പിക്കുകയായിരുന്നു UDFന്റെ ലക്ഷ്യമെന്നും എന്നാൽ ആ ചതി തിരിച്ചറിഞ്ഞുകൊണ്ട് ഐക്യത്തിന്റെ പാതയിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ ലക്ഷ്യമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. നായാടി മുതൽ നസ്രാണി വരെയുള്ളവർ ഒരുമിച്ച് നിൽക്കേണ്ട കാലം ഇതാണെന്ന തന്റെ പഴയ മുദ്രാവാക്യം വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം സമുദായ മൈത്രിയുടെ പ്രാധാന്യം വ്യക്തമാക്കിയത്. NSSുമായി എന്തിനാണ് തങ്ങൾ യുദ്ധം ചെയ്യുന്നതെന്ന് ചോദിച്ച വെള്ളാപ്പള്ളി പിണങ്ങി നിൽക്കുന്നത് കൊണ്ട് ആർക്കും ഗുണമില്ലെന്നും പരോക്ഷമായി രാഷ്ട്രീയ പാർട്ടികൾ സമുദായ സംഘടനകളെ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയായിരുന്നുവെന്നും കുറ്റപ്പെടുത്തി. കുരങ്ങനെ കൊണ്ട് ചുടുചോറ് മാദിക്കുന്ന രീതിയിലാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ സമുദായ സംഘടനകളോട് പെരുമാറാറുള്ളത്. പരസ്പരമുള്ള കലഹം കൊണ്ട് രണ്ട് സമുദായങ്ങൾക്കും നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും അനാവശ്യമായ മത്സരങ്ങൾ ഒഴിവാക്കി സമരസപ്പെടാനാണ് തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. NSS നേതൃത്വവുമായി ഇനി ഒരു തുറന്ന പോരിന് താനില്ലെന്നും സഹകരണത്തിന്റെ പുതിയൊരു അധ്യായത്തിനാണ് തുടക്കം കുറിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഈ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയത്. സതീശൻ വർഗീയവാദികൾക്ക് കുടപിടിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുള്ള കേവലം അടവ് നയങ്ങളാണ് സതീശന്റേതെന്നും വർഗീയ ശക്തികളുടെ തണലിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ ആനുകൂല്യങ്ങളും ആശീർവാദങ്ങളും നേടാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. രാജുവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന സതീശനെ പോലുള്ളവരെ ഊളംപാറയിലേക്ക് അയക്കണമെന്നും അദ്ദേഹം പരാമർശവും നടത്തി. ഏറ്റവും തീവ്രമായ വർഗീയ നിലപാടുകൾ ഉള്ളവരെ സംരക്ഷിക്കുന്നതിലൂടെ സതീശൻ സ്വന്തം രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാൻ ശ്രമിക്കുകയാണെന്നും ഇത് കേരളത്തിന്റെ മതേതരത്വത്തിന് ഗുണകരമല്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. കേരളത്തിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലെ സമുദായ സംഘടനകളുടെ ഐക്യം അനിവാര്യമാണെന്ന ബോധ്യം ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളിൽ പ്രകടമാണ്. മുൻകാലങ്ങളിൽ ഉണ്ടായ കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് NSSഉം SNDPയും ഒരേ ദിശയിൽ സഞ്ചരിക്കണമെന്ന ആഹ്വാനം രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പ്രത്യേകിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ സമുദായ ഐക്യം ഏത് മുന്നണിയെ തുണയ്ക്കും എന്നത് നിർണായകരമാണ്. UDF ഭരണകാലത്ത് സമുദായങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുവെന്ന വെള്ളാപ്പള്ളിയുടെ ആരോപണവും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തും. പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്രയും ശക്തമായ ഭാഷയിൽ അദ്ദേഹം പ്രതികരിച്ചത് സമുദായ സംഘടനകളും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നതിന്റെ സൂചനയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. സമുദായങ്ങൾക്കിടയിലെ ഐക്യം സ്ഥാപിക്കുന്നതിലൂടെ വലിയൊരു വോട്ട് ബാങ്ക് ഏകീകരണം സാധ്യമാക്കാൻ വെള്ളാപ്പള്ളി നടേശൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇത് കേരള രാഷ്ട്രീയത്തിലെ അധികാര സമവാക്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്നത് വരും നാളുകളിൽ കണ്ടറിയേണ്ടി വരും.